നാളെയും അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലുമൊക്കെയായി പരതൂരിന്റെ ഒട്ടേറെ അഭിമാന പദ്ധതികൾ, ഏറെക്കാലമായി കാത്തിരുന്ന പദ്ധതികളുടെ പൂർത്തിയായതിന്റെ ഉദ്ഘാടനവും നിർമ്മാണോദ്ഘാടനവും നടക്കുകയാണ്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതാണ് സുശീലപ്പടി റെയിൽവേ മേൽപ്പാലം. 45 വർഷത്തെ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമമാവുന്നത്. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി കഴിഞ്ഞു. പദ്ധതി നടത്തിപ്പ് വേഗത്തിലാക്കാൻ ഭൂമി ഏറ്റെടുക്കലിന്റെ പണം കൈമാറുന്നതിന് മുമ്പ് തന്നെ ഭൂമി വിട്ടുതരാൻ ഇതേ ഹാളിൽ യോഗം ചേർന്ന് അഭ്യർത്ഥിച്ചു. എല്ലാവരും അതിന് സന്നദ്ധരായി. ഇപ്പോ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാവർക്കും പണം നൽകിക്കഴിഞ്ഞു. അപ്പൊ സർക്കാരിലൊരു വിശ്വാസം അർപ്പിച്ചതുകൊണ്ടാണ്, സർക്കാരിന് വിശ്വാസമുള്ളതുകൊണ്ടാണ് പണം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഭൂമി വിട്ടുതന്നുകൊണ്ടുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ടത്. ആ വിശ്വാസം ഗവൺമെന്റ് കാത്തിട്ടുണ്ട്. തുക ആളുകൾക്ക് ലഭ്യമായി കഴിഞ്ഞു. ഒരലോസരവുമില്ലാതെയാണ്, ഒരിലയണക്കം പോലും ഇല്ലാതെയാണ് നമുക്ക് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഇനി തറക്കല്ലിടൽ ആരംഭിക്കും. അത് കഴിഞ്ഞാൽ നിർമ്മാണം അതിവേഗത്തിൽ തന്നെ സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കും. അപ്പൊ അതില് പ്രത്യേകമായിട്ടൊരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. കാരണം സുശീലപ്പടി ഇത്രയും കാലമായിട്ട് നടക്കാതെ പോയതാണ്. ഒരിക്കലും നടക്കില്ല. എന്നും ഇങ്ങനെ ഓരോ തവണയും വാഗ്ദാനമായിട്ട് ഉയർത്താൻ വേണ്ടി ബാക്കി വെച്ചൊരു കാര്യമാണ് എന്ന നിലയാണ് സുശീലപ്പടിക്ക് ഉണ്ടായിരുന്നത്. ഇനി അതൊരു വാഗ്ദാനമായിട്ട് ആർക്കും ഉയർത്തേണ്ടി വരില്ല. അതൊരു യാഥാർത്ഥ്യമാവുകയാണ്. ബാക്കി മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ മാഷ് പറഞ്ഞു. പൊതുവായ ചില കാര്യങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി രൂപീകരിക്കുന്ന സമയമാണിത്. ഈ വാർഷിക പദ്ധതി രൂപീകരിക്കുമ്പോൾ കേരളം ഇതുവരെ കൈവരിച്ച അഭിമാനകരമായ നേട്ടങ്ങൾക്ക് സമാനമായ ആ നേട്ടങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ രൂപീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളം കൈവരിച്ച എല്ലാ അഭിമാന നേട്ടങ്ങളിലും സർക്കാരിനൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കയ്യൊപ്പ് നമുക്ക് കാണാൻ പറ്റും. സംസ്ഥാന ഗവൺമെന്റും തദ്ദേശ സ്ഥാപനങ്ങളും നടത്തിയ ഏകോപിതമായ സംയോജിതമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ അഭിമാനം ഉയർത്തിയിട്ടുള്ള എല്ലാ നേട്ടങ്ങളും. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് വിഷൻ 2031 സെമിനാറിന്റെ സമാപന സമ്മേളനത്തിൽ കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രി, 3 തവണ മുഖ്യമന്ത്രിയായിരുന്ന ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ളയുടെ അവിസ്മരണീയമായൊരു പ്രസംഗം കേൾക്കാൻ അവസരമുണ്ടായിരുന്നു. പ്രസംഗം കേട്ട് കണ്ണ് നിറഞ്ഞു പോയൊരനുഭവം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞങ്ങളെല്ലാം കേട്ടിരുന്നവരുടെയും കണ്ണ് നിറഞ്ഞു. അത് അദ്ദേഹം കശ്മീരിന്റെയും നാടിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അവിടെ എടുത്തു പറഞ്ഞൊരു കാര്യം, നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണ്. നിങ്ങളിവിടെ ദാരിദ്ര്യം തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു. ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലുള്ള അവസരം അവിടെ ഇല്ല. ഞങ്ങൾ എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്നാണ്. അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ കേരളത്തിന്റെ നേട്ടത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആ വിഷൻ 2031 സെമിനാർ ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യക്കാരുടെ മുഴുവൻ അഭിമാനമായ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ, കേരള മാതൃകയെക്കുറിച്ച് ഒരുപാട് എഴുതുകയും ലോകം മുഴുവൻ അതിന് പ്രചാരം കൊടുക്കുകയും ചെയ്ത പ്രൊഫസർ അമർത്യ സെന്നാണ്. അമർത്യ സെൻ അമേരിക്കയിൽ നിന്ന് ഓൺലൈനായിട്ടാണ് ഈ സെമിനാർ, ഈ വിഷൻ 2031 സെമിനാർ ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലും എടുത്തു പറഞ്ഞൊരു കാര്യം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചാണ്. 2 ആഴ്ച മുമ്പാണ് പാർലമെന്റിൽ ഇക്കണോമിക് സർവേ അവതരിപ്പിച്ചത്. ആ എക്കണോമിക് സർവേയിൽ പ്രത്യേകമായി ഒരു ബോക്സിൽ എടുത്തെഴുതിയത് കേരളം കൈവരിച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും പകർത്താവുന്ന ഒരു ദേശീയ മാതൃകയാണ് എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എക്കണോമിക് സർവേയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചത്. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ
പ്രസിദ്ധീകരണമാണ്, ഏറ്റവും വിശ്വാസ്യതയുള്ള പ്രസിദ്ധീകരണമാണ്. ലോകമാകെയുള്ള രാജ്യ നേതൃത്വങ്ങൾ, രാഷ്ട്ര നേതൃത്വങ്ങൾ, ബുദ്ധിജീവികൾ ഒക്കെ അങ്ങേയറ്റം ആധികാരികമായിട്ടെടുക്കുന്ന പ്രസിദ്ധീകരണമാണ് ദ എക്കോണമിസ്റ്റ്. എക്കോണമിസ്റ്റ് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത കേരളത്തിന്റെ നേട്ടത്തെക്കുറിച്ചൊരു കവർ സ്റ്റോറി എഴുതി. ആ കവർ സ്റ്റോറിയുടെ തലക്കെട്ട് ഇന്ത്യാസ് ഡെവലപ്മെന്റ് ചാമ്പ്യൻ എന്നാണ്. കേരള ഇന്ത്യാസ് ഡെവലപ്മെന്റ് ചാമ്പ്യൻ എന്നായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, കേരള ക്യാൻ ടീച്ച് ഇന്ത്യ എ തിങ് ഓർ ടു അബൌട്ട് സോഷ്യൽ വെൽഫെയർ. എങ്ങനെയാണ് നാട്ടിൽ ക്ഷേമം ഉറപ്പാക്കുക എന്നതിൽ ഇന്ത്യയെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ കേരളത്തിനാവും. 240 വർഷത്തെ പഴക്കമുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രധാന പത്രങ്ങളിലൊന്നാണ് ദ ലണ്ടൻ ടൈംസ്. ലണ്ടൻ ടൈംസ് കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് കൊടുത്ത തലക്കെട്ട് ഇന്ത്യൻ സ്റ്റേറ്റ് കേരള ബാനിഷസ് എക്സ്ട്രീം പോവർട്ടി ടു ദ പേജസ് ഓഫ് ഹിസ്റ്ററി എന്നാണ്. ഇന്ത്യൻ സംസ്ഥാനമായ കേരളം അതിദാരിദ്ര്യത്തെ ചരിത്രത്താളുകളിലേക്ക് നാട് കടത്തിയിരിക്കുന്നു എന്നാണ്. പറഞ്ഞാൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാർലമെന്റിൽ അവതരിപ്പിച്ച ഇക്കണോമിക് സർവേയിലും ദേശീയ മാതൃകയായിട്ട് ഉയർത്തിക്കാണിച്ചു. ഇതെങ്ങനെയാണ് നമുക്ക് സാധ്യമായത്? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്രയും അഭിമാനകരമായൊരു നേട്ടം നമുക്ക് സാധ്യമായത് എങ്ങനെയാണ്? സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ഏകോപിതമായി പ്രവർത്തിച്ചപ്പോഴാണ്. സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചു. അതിദരിദ്രരെ കണ്ടെത്തിയതാരാ? തദ്ദേശ സ്ഥാപനങ്ങളാണ്. ഞാൻ ആ പ്രക്രിയ മുഴുവൻ വിശദീകരിക്കുന്നില്ല, സമയമെടുക്കുന്നുള്ളതുകൊണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ ജനപങ്കാളിത്തത്തോടുകൂടി നടത്തിയ കുറ്റമറ്റ പ്രക്രിയയിലൂടെയാണ്. 64,006 നമ്മൾ എങ്ങനെ കണ്ടെത്തിയതാണ്? കേരളത്തിലെ ഓരോ പഞ്ചായത്തും അവരുടെ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ കണ്ടെത്തിയ അതിദരിദ്രരുടെ ആകെത്തുകയാണ് 64,006. സർക്കാർ നിശ്ചയിച്ചതല്ല. സർക്കാർ എന്ത് ചെയ്തു? തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന വികസന ഫണ്ടിന് പുറമെ പ്രത്യേക സഹായം ആവശ്യമുള്ളവർക്ക് ഗ്യാപ് ഫണ്ടായിട്ട് തുക അനുവദിച്ചു. പിന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാ സ്കീമുകളും, നിലനിൽക്കുന്ന സ്കീമുകളെല്ലാം പൂൾ ചെയ്തു. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഏകോപനം ഉറപ്പുവരുത്തി. ഈ പദ്ധതി വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ആവിഷ്കരിച്ച പദ്ധതി ആര് നടപ്പാക്കി? താഴെത്തട്ടിൽ ഡിപ്പാർട്ട്മെന്റും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് നടപ്പാക്കി. അപ്പോ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു ഉജ്ജ്വല മാതൃക, ദേശീയ മാതൃക മാത്രമല്ല, ഒരാഗോള മാതൃകയായിട്ടിരുന്നത് മാറി. ഈ അത്ഭുതം നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത് തദ്ദേശ സ്ഥാപനങ്ങളും സംസ്ഥാന ഗവൺമെന്റും ഒറ്റക്കെട്ടായിട്ട് ഏകോപിതമായിട്ട് പ്രവർത്തിച്ചപ്പോഴാണ്. അതുപോലെ അതിൽ മറ്റൊരു ഗംഭീര മാതൃകയാണ് ലൈഫ് എന്നത്. 5 ലക്ഷം വീട് പൂർത്തിയാവുകയാണ് ഫെബ്രുവരി 24-ാം തീയതി. 5 ലക്ഷം വീട് എന്ന നാഴികക്കല്ല് നാം പിന്നിടാൻ പോവുകയാണ്. ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്നത് കേരളമാണ്. 4 ലക്ഷമാണ് ജനറൽ വിഭാഗത്തിലും SC വിഭാഗത്തിലൊക്കെ കൊടുക്കുന്നത്. ആദിവാസി സങ്കേതങ്ങളിൽ 6 ലക്ഷം. മറ്റൊരു സംസ്ഥാനത്തും ഇത്രയും വലിയ തുക കൊടുക്കുന്നില്ല. ഈ 21,000 കോടി രൂപ നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിച്ചു. അതിൽ 18,500 കോടിയും സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് സമാഹരിച്ച തുകയാണ്. ഭീമമായ തുകയാണ്. അപ്പൊ ഏറ്റവും ഉയർന്ന തുക കൊടുക്കാൻ കഴിഞ്ഞത്, ഇത്രയും പണം കണ്ടെത്താൻ കഴിഞ്ഞത് സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ലഭിച്ചപ്പോഴാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ വലിയ നേട്ടം ഒരുമിച്ച് ചെയ്താൽ ഉണ്ടാവും എന്നെന്റെ തെളിവാണ്. നമ്മൾ സാധാരണ പറയില്ലേ, പല തുള്ളി പെരുവെള്ളം, ഐകമത്യം മഹാബലം. അതിന്റെ നേട്ടമാണ് ലൈഫിൽ നമ്മൾ കണ്ടത്. 5 ലക്ഷം വീട് പൂർത്തിയാക്കാൻ പോവാണ്. അതാണ് കേട്ടോ യഥാർത്ഥ കേരള സ്റ്റോറി. അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. അത് ദേശീയ മാധ്യമങ്ങളൊക്കെ മുഖപ്രസംഗം എഴുതി. ഹിന്ദു മുഖപ്രസംഗം എഴുതിയത് ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കിയതിനെ കുറിച്ച്. അപ്പോ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നതിന്റെ ഒരു ഉദാഹരണം. വേറൊന്ന് ഡിജിറ്റൽ സാക്ഷരത. സർക്കാർ ആവിഷ്കരിച്ചു, തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്നു, അവർ നടപ്പാക്കാൻ താഴെത്തട്ടിൽ നേതൃത്വം കൊടുത്തു. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായിട്ട് കേരളം മാറി. അപ്പൊ വലിയ വികസന കുതിപ്പിന് ഇത് സഹായകരമായി. മാത്രമല്ല
അത്ര വലിയ പിന്തുണ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കൂടിയാണ് ഇത് സാധ്യമാവുന്നത്. ഈ കഴിഞ്ഞ 5 വർഷം തദ്ദേശ സ്ഥാപനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ നൽകിയ തുക പലർക്കും അതിന്റെ കണക്കൊന്നും അറിയണ്ടാവില്ല, കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. 70,000 കോടിയിലധികമാണ്. 70,000 കോടിയിലധികം. അതിൽ 40,000 കോടിയിലധികം തുക വികസന ഗ്രാന്റാണ്. 18,000 ചില്ലുവാനം കോടി രൂപ റോഡ് നോൺ റോഡ് മെയിന്റനൻസ് ഗ്രാന്റാണ്. രണ്ടും കൂടി ചേർത്താൽ 59,000 കോടി വരും. 40,500 ഒരു 18,500 ഏതാണ്ട് 59,000 കോടി. ബാക്കി 11,000 കോടി ജനറൽ പർപ്പസ് ഫണ്ടാണ്. 59 + 11 70,000 കോടിയാണ്. 2021 മുതൽ 26 വരെ. 2016 മുതൽ 2021 വരെ കൊടുത്തത് 53,000 കോടിയാണ്. 2011 മുതൽ 2016 വരെ കൊടുത്തത് 29,000 കോടിയാണ്. 2011-16 29,000, 16-21 53,000, 21-26 70,000. അപ്പോ 10 കൊല്ലം മുമ്പ് കൊടുത്തതിന്റെ ഇരട്ടിയിൽ കൂടുതലാണ് ഇപ്പോ നമ്മൾ ഈ 5 കൊല്ലം കൊണ്ട് കൊടുത്തത്. ഈ പിന്തുണ സർക്കാർ നൽകുന്നത് കൊണ്ടാണ് ലൈഫിന് പണം മുടക്കാൻ പറ്റുന്നത്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പണം മുടക്കാൻ പറ്റുന്നത്, റോഡിന് പണം മുടക്കാൻ പറ്റുന്നത്. എന്നാൽ ഏതാണ്ട് 9,000 കോടിയാണ് ഈ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് റോഡിന് മാത്രം തദ്ദേശ സ്ഥാപനങ്ങൾ ചെലവഴിച്ചത്. 9,000 കോടി. അതിനു പുറമെ 1,000 കോടി മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി വേറെയും വന്നു. 10,000 കോടി നമ്മുടെ ഗ്രാമീണ റോഡുകൾക്ക് നമുക്ക് ചെലവഴിക്കാൻ പറ്റി ഈ 5 കൊല്ലം കൊണ്ട്. ചെറിയ കാര്യമാണ്. PWD റോഡിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഗ്രാമീണ റോഡുകളുടെ കാര്യമാണ്. ഇവിടെയൊക്കെ കണക്കെടുത്ത് നോക്കിയാൽ ധാരാളം ഗ്രാമീണ റോഡ് അങ്ങനെ വന്നതാണ്. അതിന് പുറമെ MLA ഫണ്ട്, ഫ്ലഡ് ഒക്കെ വേറെ ഉണ്ട്. ഈ മാറ്റം നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാക്കാൻ കഴിയും. അതിലേറ്റവും പ്രകടമായിട്ടുള്ള മാറ്റം ഉണ്ടായത് ഏതാ? എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഇതാ ഒരു മൊബൈൽ ഫോണിൽ വിരൽത്തുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു മൊബൈൽ ഫോണിൽ എത്തിക്കാൻ പറ്റും എന്നത് ഇന്ന് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏതെങ്കിലും പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിൽ നിന്നോ കിട്ടുന്ന ഒരു സേവനത്തിന് നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. കേരളത്തിലോ ഇന്ത്യയിലോ തന്നെ ഉണ്ടാവണമെന്നില്ല. ലോകത്തെവിടെയിരുന്നും നേടാം. ലോകത്തെവിടെയിരുന്നും ഈ സേവനം നേടാം. ചെറിയ കാര്യമാണ്, വിപ്ലവകരമായിട്ടുള്ള മാറ്റം. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, K-സ്മാർട്ട് നിലവിൽ വന്ന ശേഷം 2024 ജനുവരി 1-നാണ് വന്നത്. 24 മാസത്തിനിടയിൽ 1 കോടി ഫയലുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ തീർപ്പാക്കി. അതിൽ 10 ലക്ഷം അപേക്ഷ കിട്ടി 1 മണിക്കൂർ കൊണ്ട് തീർപ്പാക്കിയതാണ്. നമ്മുടെ നാട്ടിൽ ഈ മാറ്റമൊക്കെ അറിയാത്ത കുറെ പേരുണ്ട്. അവരെന്ത് പറഞ്ഞു? ഉടൻ പരിഹാസവും ട്രോളുമായിട്ട് രംഗത്തിറങ്ങി. 10 ലക്ഷം ഫയൽ 1 മണിക്കൂറിൽ തീർപ്പാക്കണമെങ്കിൽ ഈ മന്ത്രി എങ്ങനെയായിരിക്കും അത് തീർപ്പാക്കിയിട്ടുണ്ടാവുക? ഒരു ഫയലിന് എത്ര മില്ലി സെക്കൻഡ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക? ഒരു ട്രോള് എന്നെക്കുറിച്ചുള്ളത് ഞാൻ തന്നെ കണ്ട് നന്നായിട്ട് ആസ്വദിച്ച് തിരിച്ചു. എന്താ AI നിർമ്മിത ട്രോളാണ്. പരിദൂരര് AIയുടെ കാര്യത്തിൽ വളരെ മുമ്പിലാണ് അല്ലേ? അപ്പോ ഇവിടുന്നുണ്ടായതല്ല, സംസ്ഥാന തലത്തിൽ വന്നതാണ്. AI നിർമ്മിത ട്രോളാണ്. മന്ത്രിയിലിരിക്കുന്നു, അടുക്കി മാനമുട്ട ഉയരത്തിൽ ഫയലുകൾ ഓരോന്ന് വലിക്കുന്നു, ഒപ്പിട്ട് തള്ളുന്നു. ഈ എന്താ പറയാ, ഈ ട്രോളുണ്ടാക്കുന്ന നിരക്ഷരരായിട്ടുള്ള ആളുകൾ, നിരക്ഷരെന്ന് പറഞ്ഞാൽ അക്ഷരത അറിയാത്തോണ്ടല്ല, ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നിരക്ഷരരും അജ്ഞരുമായിട്ടുള്ള ആളുകൾ കരുതുന്നത് ഇപ്പോഴും ഫയലിങ്ങനെ മേശയുടെ മുകളിൽ അടുക്കി വെച്ചിരിക്കുകയാണ്, പിന്നെ കുറെ അലമാറയിൽ അട്ടിയിട്ടിരിക്കുകയാണ്, പണ്ടത്തെ പോലെ ചെതല് പിടിച്ച് മാറാല പിടിച്ച്. അപ്പൊ പഞ്ചായത്തിലെ സെക്രട്ടറി രാവിലെ വരുന്നു, ഓഫീസ് തുറക്കുന്നു, അലമാറയിൽ 1 കെട്ട് ഫയലെടുത്ത് മേശപ്പുറത്ത് വെക്കുന്നു, എന്നിട്ട് ഇങ്ങനെ എടുത്ത് ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ധരിക്കുന്നത്. പാവം എന്നല്ലാതെ അങ്ങനെ വിചാരിക്കുന്നതിനെ പറ്റി എന്ത് പറയാം?